വിഴിഞ്ഞം തീരത്താണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിൻഭാഗമാണ് ഇത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ മത്സ്യ മാർക്കറ്റുണ്ട്. അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ കടലിലേക്ക് ഇറക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നിങ്ങളെ കാണിക്കാനുള്ളത്, ഇവിടെ ഇതാ നമ്മുടെ തീരത്ത് പലയിടത്തായിട്ട് അടിഞ്ഞു കിടക്കുന്നതാ ഈ തരികളാണ്. നമ്മുടെ കൊച്ചിയിൽ മുങ്ങിയ ലൈബീരിയൻ കപ്പൽ MSC എൽസ, ഈ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിൽ മുങ്ങിപ്പോവുകയും ആ കണ്ടെയ്നറുകൾ തുറന്ന് പലയിടത്തായി കടലിൽ വ്യാപിക്കുകയും ചെയ്ത പ്ലാസ്റ്റിക് തരികളാണ് ഇവ. കാഴ്ചയിൽ വലിയ ഭംഗി തോന്നിക്കുമെങ്കിലും ഇത് വലിയ അപകടമാണ് നമ്മുടെ പരിസ്ഥിതിക്ക് വരുത്തി വെക്കാൻ പോകുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ മത്സ്യസമ്പത്തിന് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, ജൂൺ 9 ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുകയാണ്. 52 ദിവസം. ഇനി വറുതിയുടെ കാലമാണ് തീരങ്ങളിൽ. മത്സ്യങ്ങളുടെ പ്രജനനകാലം കൂടെയാണ്. നമ്മുടെ മത്സ്യസമ്പത്തിനെ കാര്യമായി ബാധിക്കുന്ന ഒന്നാണ് ഈ പ്ലാസ്റ്റിക് വ്യാപനം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനപ്പുറം വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ടാകും എന്നുകൂടി ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കടലിലും തീരത്തും ദൂരവ്യാപകമായ കടുത്ത ആശങ്കയ്ക്ക് വഴിയൊരുങ്ങുകയാണ്. കൊച്ചിയിൽ മുങ്ങിയ MSC എൽസ എന്ന ലൈബീരിയൻ ചരക്കുകപ്പലിലെ കണ്ടെയ്നറിൽ നിന്ന് പരന്ന പ്ലാസ്റ്റിക് തരികൾ കടലാകെ നിറഞ്ഞു. കൊല്ലം മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ തീരങ്ങളിൽ കുറേയേറെ അടിഞ്ഞു. തിരുവനന്തപുരത്ത് ചെറിയ തുറയിലെ വിവിധ തീരങ്ങളിൽ ഇവ അടിഞ്ഞുകയറി. കോവളത്തും വിഴിഞ്ഞത്തും തീരത്തെ പ്ലാസ്റ്റിക് തരികൾ നിറഞ്ഞു. വിഴിഞ്ഞത്തടിഞ്ഞ കണ്ടെയ്നറിലെ ചാക്കുകൾ നിറയെ പ്ലാസ്റ്റിക് തരികളായിരുന്നു. മത്സ്യത്തൊഴിലാളിയും പ്രദേശവാസിയുമായ ശ്രീ സന്തോഷാണ് സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത്. ഇവിടെ ഈ കണ്ടെയ്നർ ഏത് ഭാഗത്തു നിന്നാണ് ഇത് എടുത്തു മാറ്റിയത്? ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ഈ ചാക്ക് കൂമ്പാരം, ഇതിൻ്റെ നേരെ താഴെയാണ് കണ്ടെയ്നർ കിടന്നത്. അപ്പോൾ ആ കണ്ടെയ്നർ വന്നിട്ട് നല്ലതുപോലെ പൊളിഞ്ഞ് കിടന്നുകൊണ്ട് അതെടുത്ത് മാറ്റാതെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളം പണിക്ക് പോകാൻ ഇറക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഇടവക തന്നെ ക്രെയിന് വിളിച്ച് അതിനെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇവിടുത്തെ തീരദേശവാസികളാണ് ഇതെല്ലാം കടലിലോട്ട് വിടാതെ പരമാവധി കിട്ടിയതെല്ലാം ശേഖരിച്ച് ഉയരം മാറ്റിവെച്ച്. ഇപ്പോൾ ഇത് കടലിലോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ്? ഇപ്പോൾ വർഷങ്ങളായിട്ട് കടലിൽ പണിയെടുക്കുന്ന, കടലിനോട് ചേർന്ന് ജീവിക്കുന്ന ആളാണ് സന്തോഷ്. മത്സ്യസമ്പത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് കടലിന് ഒരു പ്രശ്നമാണ്. ഇത് തീരത്തോട് ഇപ്പോൾ അടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇത് പിന്നെ ഈ വെയിൽ കൊണ്ട് ഇവിടെ കിടന്ന് ഉരുകി ഈ കീല് പോലെ ആകുകയാണെങ്കിൽ ഇതിൻ്റെ ഈ വിഷാംശങ്ങളുടെ ഇത് വന്നിട്ട് ഈ കാറ്റ് കൂടെ മേളിൽ കയറുമ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ശ്വസിച്ച ആ വിഷാംശം നമ്മുടെ ഉള്ളിനകത്താണ് ശേഖരിക്കപ്പെടുന്നത്. പിന്നെ അത് പിന്നാകുമ്പോൾ അവിടെ ഭാവിക്ക് ദോഷകരമാകും. ഇവിടെ നിന്ന് ഇത് മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ഇത് വളരെ പ്രശ്നമാകും. കാരണം തീരദേശവാസികൾക്ക് തീരം വീട്, ഇതിനങ്ങോട്ട് വേറൊരു വഴിയില്ല. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, കടൽ, തീരം, വീടുകൾ. തീരത്തടിയുന്ന പ്ലാസ്റ്റിക്കും കടലിൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക്കും ഒരുപോലെ പ്രശ്നമാണെന്ന് കടൽ ഗവേഷകനും ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് സ്ഥാപകനുമായ റോബർട്ട് മനിപ്പിള്ള ചൂണ്ടിക്കാട്ടുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കന്യാകുമാരി വരെ ഈ ഒരു സർവേ ചെയ്തു. അതിൽ മണവാളക്കുറിച്ച് വരെ ഈ പെല്ലറ്റ്സ് ഒഴുകി എത്തിയിട്ടുണ്ട്. ഈ ഒഴുകി നടക്കുന്ന പെല്ലറ്റ്സ് തീരത്ത് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാക്കും. അത് അപ്പോൾ തന്നെ അത് മാറ്റിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് വീണ്ടും തിരയടിച്ച് മണൽ പതിക്കുമ്പോൾ അത് മണ്ണിൻ്റെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ അരിച്ചെടുക്കുക വലിയ ദുർഘടം പിടിച്ചൊരു കാര്യമാണ്. കടലിൽ അവശേഷിക്കുന്ന പെല്ലറ്റ്സിനെ സംബന്ധിച്ച് അത് ഒഴുകി നടക്കുമ്പോൾ ഗ്രാജ്വലി അതിനകത്തൊരു ചെറിയ ബയോമാസ് ഫോം ചെയ്യും. ആ ബയോമാസ് ഫോം ചെയ്യുമ്പോൾ അതിനൊരു വെയിറ്റ് ഉണ്ടാകും. ചിലപ്പോൾ അത് കടലിൻ്റെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ആ ബയോമാസ് ഉണ്ടാക്കുന്ന സ്മെല്ലുണ്ടല്ലോ, അത് മറ്റ് കടലിലെ ജീവജാലങ്ങളെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ആ ജീവജാലങ്ങൾ അതിനെ ഇരയായിട്ട് ഭക്ഷിക്കാൻ തുടങ്ങും. അത് തുടങ്ങുമ്പോൾ ആ മത്സ്യങ്ങൾക്കെല്ലാം അതിൻ്റെ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകും. ഇനി വരാൻ പോയി ഭാവിയിൽ നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ഈ സാഹചര്യത്തിലും നമ്മുടെ സമുദ്രശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ മൗനം പാലിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ദുരൂഹതകൾ നിറഞ്ഞ ഒരു കപ്പൽ ഛേദത്തിന്റെ ബാക്കിയായി കാലങ്ങൾ നീണ്ടേക്കാവുന്ന പാരിസ്ഥിതിക ആശങ്കകൾ. കടൽ ജീവികളുടെ വംശനാശത്തിനും മത്സ്യസമ്പത്തിന്റെ തകർച്ചയ്ക്കും ഒഴുകി നടക്കുന്ന ഈ പ്ലാസ്റ്റിക് തരികൾ വഴിവെച്ചേക്കാം. പരിസ്ഥിതിക്ക് ആകമാനം അപകടകരമാണ് പ്ലാസ്റ്റിക്, കടലിന് പ്രത്യേകിച്ചും. ഇപ്പോൾ കേരളത്തിൻ്റെ തീരത്തും കടലിലുമായി ഒഴുകിപ്പരുന്ന ഈ പ്ലാസ്റ്റിക് തരികൾ ഭാവിയിൽ ഏത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക എന്ന് കണ്ടറിയണം. വി പത്മകുമാറിനൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.